ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച ഏകാദശിയാണ്, മോഹിനി ഏകാദശി. 2025 മെയ് മാസം 7-ാം തീയതി രാവിലെ 10:19 മുതൽ മെയ് മാസം 8-ാം തീയതി ഉച്ചയ്ക്ക് 12:29 വരെയാണ് ഏകാദശി. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്നു വരുന്ന ആ പുണ്യമായ ദിവസം, അത് 2025 മെയ് മാസം 8-ാം തീയതി നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. ഏകാദശി തിഥിയും മഹാദ്വാദശി തിഥിയും കൂടി ചേർന്നു വരുന്ന ദിവസമാണ് വൈഷ്ണവ വിശ്വാസമനുസരിച്ചിട്ട് ഏകാദശിയായി ആചരിക്കുന്നത്. ഏകാദശിയുടെ വ്രതകഥയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏകാദശിയുടെ വീഡിയോയിൽ ഇട്ടിരുന്നു. എല്ലാവരും തന്നെ ഏകാദശി ദിവസം ആ കഥ കേൾക്കുകയും പാരണ വീടുന്ന സമയം ആ കഥ കേൾക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയതിനു ശേഷം പറയുകയോ ചെയ്യണം. നാമജപത്തിൻ്റെ കൂടെ കഥയും കൂടി ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. സാധിക്കുന്ന എല്ലാവരും തന്നെ ഏകാദശി അനുഷ്ഠിക്കണം. അതിന് സാധിക്കാത്തവർ അന്നേ ദിവസം ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാരണാ സമയവും അതുപോലെ തന്നെ ഹരിവാസര സമയവുമാണ്. പാരണ വീടുക എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് വ്രതം അവസാനിപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ടാണ്. വ്രതം അവസാനിപ്പിക്കുന്നതിന്, അതായത് ഏകാദശി അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളിന്ന് ഇവിടെ പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് പാരണ വീടേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കേരളത്തിലെ സമയമാണ്. കേരളത്തിൽ 9-ാം തീയതി രാവിലെ 6:04 മുതൽ 10:14 വരെയാണ് പാരണ വീടേണ്ടത്. ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ സ്ഥലങ്ങളിൽ തന്നെയും 9-ാം തീയതി തന്നെയാണ് പാരണ വീടേണ്ടത്. 8-ാം തീയതി ഏകാദശി. ചില സ്ഥലങ്ങളിൽ ഏകാദശി തിഥി അനുസരിച്ചിട്ട് ദിവസത്തിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. 9-ാം തീയതിയാണ് കേരളത്തിൽ രാവിലെ 6:04 മുതൽ 10:14 വരെ. തമിഴ്നാട് 5:45 മുതൽ 9:59 വരെ. കർണാടക 5:56 മുതൽ 10:09 വരെ. ഒറീസ 5:13 മുതൽ 9:33 വരെ. ഗോവ 6:08 മുതൽ 10:23 വരെ. മഹാരാഷ്ട്ര 6:06 മുതൽ 10:25 വരെ. മധ്യപ്രദേശ് 5:42 മുതൽ 10:05 വരെ. ഗുജറാത്ത് 6:11 മുതൽ 10:35 വരെ. പഞ്ചാബ് 5:38 മുതൽ 10:11 വരെ. രാജസ്ഥാൻ 5:43 മുതൽ 10:10 വരെ. ലക്നൗ ഉത്തർപ്രദേശ് 5:22 മുതൽ 9:49 വരെ. ഛത്തീസ്ഗഡ് 5:28 മുതൽ 9:49 വരെ. ഹരിയാന 5:33 മുതൽ 10:04 വരെ. ഡൽഹി 5:34 മുതൽ 10:03 വരെ. കാശ്മീർ 5:36 മുതൽ 10:10 വരെ. ജാർഖണ്ഡ് 5:10 മുതൽ 9:34 വരെ. ആസാം 4:40 മുതൽ 9:06 വരെ. തെലുങ്കാന 5:46 മുതൽ 10:04 വരെ. ആന്ധ്രാപ്രദേശ് 5:48 മുതൽ 10:02 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 4:57 മുതൽ 9:09 വരെ. ഇനി നമുക്ക് ദുബായ് നോക്കാം. ദുബായിലും 9-ാം തീയതി തന്നെയാണ് പാരണ വീടേണ്ടത്. 8-ാം തീയതി ഏകാദശി. ഇനി അങ്ങോട്ട് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്. അതായത് 9-ാം തീയതി പാരണ, 8 ഏകാദശി. ദുബായ് 5:38 മുതൽ 10:03 വരെ. അബുദാബി 5:42 മുതൽ 10:07 വരെ. ബഹ്റിൻ 4:45 മുതൽ 9:21 വരെ. സൗദി അറേബ്യ 5:13 മുതൽ 9:37 വരെ. കുവൈറ്റ് 5 മണി മുതൽ 9:30 വരെ. ദോഹ ഖത്തർ 4:52 മുതൽ 9:18 വരെ.
ഷാർജ 5:37 മുതൽ 10:02 വരെ. ഒമാൻ 5:28 മുതൽ 9:51 വരെ. മാഞ്ചസ്റ്റർ യു കെയിൽ 5:18 മുതൽ 10:24 വരെ. 8-ാം തീയതി ഏകാദശി, 9 പാരണ. അർമേനിയ അങ്ങനെ തന്നെ 5:52 മുതൽ 10:37 വരെ. ജർമ്മനി 5:20 മുതൽ 10:29 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 6:53 മുതൽ 10:22 വരെ. ലിബിയ 6:13 മുതൽ 10:47 വരെ. നൈജീരിയ 6:11 മുതൽ 10:21 വരെ. സ്വീഡൻ 4:28 മുതൽ 10 മണി വരെ. ഇറ്റലി 5:56 മുതൽ 10:43 വരെ. ഓസ്ട്രേലിയ 6:42 മുതൽ 10:14 വരെ. സിംഗപ്പൂർ 6:56 മുതൽ 10:59 വരെ. മാലിദ്വീപ്സ് 5:54 മുതൽ 10 മണി വരെ. ചൈന 5:49 മുതൽ 10:26 വരെ. മലേഷ്യ 7:02 മുതൽ 11:07 വരെ. പോണ്ടിച്ചേരി 5:48 മുതൽ 10:01 വരെ. സാംബിയ 6:20 മുതൽ 10:09 വരെ. ജോർദാൻ 5:43 മുതൽ 10:16 വരെ. ഇസ്രായേൽ 5:47 മുതൽ 10:19 വരെ. സൗത്ത് ആഫ്രിക്ക 7:27 മുതൽ 10:57 വരെ. റഷ്യ 4:29 മുതൽ 9:48 വരെ. ന്യൂസിലാൻഡ് 7:16 മുതൽ 10:37 വരെ. ഇനി 7-ാം തീയതി ഏകാദശിയും 8-ാം തീയതി പാരണ വിടേണ്ടതുമായ സ്ഥലങ്ങളുണ്ട്. അതാണ് അമേരിക്ക. 7-ാം തീയതി ഏകാദശി, 8-ന് പാരണ. 8-ാം തീയതി രാവിലെ 9:35 മുതൽ 10:44 വരെയാണ് പാരണാസമയം. അതുപോലെ കാനഡയിലും 7-ാം തീയതി ഏകാദശി, 8-ന് പാരണ. 8-ാം തീയതി രാവിലെ 9:35 മുതൽ 10:33 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ, അവിടെ 7-ാം തീയതി ഏകാദശി, 8-ാം തീയതി പാരണ. 8-ാം തീയതി രാവിലെ 6:35 മുതൽ 10:39 വരെയാണ് പാരണാസമയം. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ഹരിവാസര സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുണ്യകരമായ സമയമാണ്. വൈകുണ്ഠപതിയായ ശ്രീഹരി മഹാലക്ഷ്മിയോടുകൂടി ഭൂമിയിൽ വസിക്കുന്ന സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണപ്പെടുന്ന സമയം എന്നാണ് വിശ്വസിക്കുന്നത്. ഈ സമയത്തെ പ്രാർത്ഥന അങ്ങേറ്റം ഫലം ചെയ്യും എന്നും പറയുന്നുണ്ട്. ഹരിവാസര സമയം 8-ാം തീയതി രാവിലെ 5:57 മുതൽ രാത്രി 7:06 വരെയാണ്. 8-ാം തീയതി രാവിലെ 5:57 മുതൽ അന്ന് രാത്രി 7:06 വരെയുള്ള സമയമാണ്. ആ സമയത്ത് പരമാവധി സമയം നാമജപത്തിൽ മുഴുകുന്നതിനായി ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാരണയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത്. എങ്ങനെയാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതല്ല, വീട്ടിലാണെങ്കിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് കിണ്ടിയിലോ പാത്രത്തിലോ സമർപ്പിച്ചിരിക്കുന്ന ജലം തീർത്ഥമായി സേവിച്ചുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നൈവേദ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നൈവേദ്യം പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ വ്രതം അവസാനിപ്പിക്കാം. പാരണാ ദിവസവും നോൺ വെജ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും സ്ഥലം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കുക. ആ സ്ഥലത്തെ പാരണാസമയം ഞാൻ നോക്കിയിട്ട് ആ കമൻറ്റിന് മറുപടിയായിട്ട് ഉൾപ്പെടുത്താം. എല്ലാവരും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.